പുതിയ ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് ഫാമിലി ഗ്രൂപ്പിലിടുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ, ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ലിങ്ക് പല രീതിയിലും ഷെയർ ചെയ്യുക. ഇതൊരിക്കലും ചെയ്യരുത്. കാരണം ആ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഡെഡാണ്. അവരൊരിക്കലും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നതല്ല. അവർ നമ്മളായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് അവനെ ഒരു വെറുപ്പ് വിചാരിക്കേണ്ട അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അത് നോട്ടിഫിക്കേഷൻ പോകുന്നതിനനുസരിച്ചിട്ട് അവരത് മ്യൂട്ടാക്കി വെച്ചിട്ട് ഒഴിവാക്കും. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അങ്ങ് തുടങ്ങിയിട്ട് വീഡിയോസ് ഇടുക. യൂട്യൂബ് തന്നെ അത് കുറച്ച് പ്രൊമോട്ട് ചെയ്യും. യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്തിട്ട് അറിയാത്ത ആളുകളിലേക്ക് ആ വീഡിയോ എത്തിക്കും. ആ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെയാണ് നമ്മളെ വിജയമുള്ളത്. ഇപ്പോൾ നമ്മളൊരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് 100 സബ്സ്ക്രൈബർ ആയതിനു ശേഷം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം 100 ആൾ സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ വലിയ കാര്യമാണ്. എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരാണ് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കുന്നൊരു വീഡിയോസുമായിട്ട് ഞാൻ വരില്ല. വീഡിയോ ഇല്ലെങ്കിൽ വീഡിയോ ഇല്ലയെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബിൻ്റെ അപ്ഡേഷനും സെറ്റിങ്സും എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ഡെയിലി വീഡിയോ 2-3 വീഡിയോ ഇടണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, ലൈക്ക് കൂടും, വാച്ച് ടൈം കൂടും എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഒരു വീഡിയോ ഒരു ദിവസമൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള വീഡിയോകൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ പറയുക, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളെ ചാനൽ ഒന്നും കൂടി എക്സ്റ്റാബ്ലിഷ്ഡ് ആവും. അല്ലാതെ നമ്മൾ പിന്നെ തുടരെ ഇങ്ങനെ മോശമായ വീഡിയോകൾ ഇട്ടു എന്ന് കരുതിയിട്ട് നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളൊരിക്കലും നമ്മളെ പഴയ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഇതൊന്നും പറയരുത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അതുമല്ല എല്ലാ വീട്ടിലും ഓരോ യൂട്യൂബ് ചാനൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു എന്നാൽ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു ബോറാകാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതിൻ്റെ സെറ്റിങ്സ് അത് ഇത് കാര്യങ്ങളൊക്കെ നമ്മളെന്താക്കുക, ഒരു ഇമെയിൽ ഐ ഡി എല്ലാം ഉപയോഗിച്ച് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഓരോ വീഡിയോസ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ അറിവ് വെച്ച് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് തന്നെ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും. എനിക്കും അങ്ങനെ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചില വീഡിയോസിൻ്റെ താഴെയുള്ള നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയക്കും. അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോൾ അവർ പറയുന്നത് 1000 റുപ്യ എന്ന് കഴിഞ്ഞാൽ ബ്രോൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് തരാമെന്ന്. എന്താന്ന് നോക്കണേ, എന്തൊക്കെയാണ് ചെയ്യുന്നത് മനുഷ്യന്മാർ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് കാരണം നമ്മളെ വീഡിയോസ് കണ്ടിട്ട് വരുന്ന ആൾക്കാർ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കമൻറ്റിലൂടെ അല്ലെങ്കിൽ മെസ്സേജിലൂടെ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് അതിനൊരു പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടി നിൽക്കരുത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട. നിങ്ങളൊരു 100 സബ്സ്ക്രൈബേഴ്സായി അല്ലെങ്കിൽ 100 ഒരു 10, 50, 100 അല്ലെങ്കിൽ ഒരു 50 വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തംബ്നെയില് സെറ്റാക്കാൻ മനസ്സിലാവും. നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് മനസ്സിലാവും. ഒക്കെ നമുക്ക് ഓരോന്ന് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വായിക്കാൻ മനസ്സിലായാൽ മതി. അതല്ല യൂട്യൂബ് കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. നമ്മളല്ലാതെ അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടൊന്നും ആരെയും ഏർപ്പാടാക്കുക ഒന്നും വേണ്ട. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2026 എല്ലാവർക്കും ഇതുണ്ട്, ഇതൊക്കെ ഔട്ട്ഡേറ്റഡായി അങ്ങനെയൊന്നും ചിന്തിക്കണം. നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തുടങ്ങുക. ഈ ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെ നമ്മളെ പിടിച്ചാൽ മതി. നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുത്തിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസ് അവരിങ്ങനെ കണ്ട് നമുക്കങ്ങനെ 500 ആകും, 600 ആകും, 1000 ആകും. അതിന് ശേഷം പ്രശ്നമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കയറിപ്പോയിക്കോളും. 1000 വരെ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഇതന്നെ കേട്ടോ. കാരണം ഈ 100 ആകുമ്പോൾ തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നോക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ. ഇങ്ങനെ ഓരോ 10 ആകുമ്പോൾ 20 ആകുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം 100 ആയതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തുടക്കത്തിൽ പറഞ്ഞ തന്നെ ഞാൻ അവസാനം പറയുന്നു, ഈ 100 സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും ബോറടിപ്പിക്കുന്നൊരു വീഡിയോസ് ഞാൻ ചെയ്യില്ല. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.